Hi all, welcome to our class നാഷണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് നാഷണലിസത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി വി ആർ ഫോക്കസിങ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഫ്രം 1914 അണ്ടർ ഗാന്ധീസ് ലീഡർഷിപ്പ്. കഴിഞ്ഞ ലെസണിൽ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ലെസണിൽ what is nationalism and how nationalism was developed in Europe എന്നെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ നാഷണലിസം മീൻസ് വി ഓൾ ആർ വൺ, നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഫീലിംഗ്, അതിനെയാണ് നാഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ നാഷണലിസം വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് അവർ നേഷൻ സ്റ്റേറ്റ്സ് ഫോം ചെയ്തു. പിന്നെ നാഷണലിസ്റ്റ് ഐഡിയാസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സിംബൽസ്, ഐക്കൺസ്, കൾച്ചറൽ മൂവ്മെൻറ്റ് ഒക്കെ അവരെ സഹായിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബട്ട് ഇൻ ഇന്ത്യ നാഷണലിസം മീൻസ് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം. ഇന്ത്യ എന്ന് പറയുന്നത് 1947 വരെ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഇന്ത്യക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻസ് ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിഷമതകൾ, ബുദ്ധിമുട്ടുകളാണ് പിന്നീട് നാഷണലിസ്റ്റ് ഐഡിയാസ് ഇന്ത്യൻ ജനങ്ങളിലേക്ക് വരുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനും സഹായകമായി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ലെസണിൽ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻ്റാണ് 1914 മുതൽ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലുള്ള ഒരു ഫ്രീഡം ഫൈറ്റ് ആണ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. So let's move into the topic. First World War, Khilafat and non-cooperation movement. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഇന്ത്യൻ ഇക്കോണമിയിൽ ഫസ്റ്റ് വേൾഡ് വാർ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. ഇന്ത്യ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ത്യ വാസ് എ ബ്രിട്ടീഷ് കോളനി. അപ്പോൾ ബ്രിട്ടൻ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തപ്പോൾ ബ്രിട്ടനുണ്ടായിട്ടുള്ള ഡിഫൻസ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ അവർ ഡിപ്പെൻഡ് ചെയ്തത് ഇന്ത്യൻ ഇക്കോണമിയാണ്. അപ്പോൾ അത് മൂലം കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻസിന് നേരിടേണ്ടതായിട്ട് വന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻക്രീസ്ഡ് ടാക്സേഷൻ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് അവർ ടാക്സേഷൻ ഇമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഇൻക്രീസ്ഡ് എമൗണ്ടാണ്, ഇൻക്രീസ്ഡ് ടാക്സേഷൻ ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടീസ്. അത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ദെൻ ഇൻക്രീസ് ഇൻ പ്രൈസ്. ഈ സമയത്ത് അവരുടെ ഒരു ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഇവിടുത്തെ ഗുഡ്സിൻ്റെ ഒക്കെ പ്രൈസ് ഡബിളായിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ് ടു ആർമി. വില്ലേജിൽ നിന്നും ജനങ്ങളെ നിർബന്ധമായിട്ട് ആർമിയിലേക്ക് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധമായിട്ട് ആർമിയിൽ ജോയിൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. ദെൻ ഈ ഒരു സമയത്ത് തന്നെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഈ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായിട്ട് കൂടി ഈ ഒരു ടാക്സേഷൻ്റെ ഒരു എമൗണ്ട് കുറയ്ക്കാനായിട്ട് ബ്രിട്ടീഷുകാർ തുനിഞ്ഞില്ല. അപ്പോൾ അതും ജനങ്ങൾക്ക് ഇവരോട് വളരെയധികം ദേഷ്യം ഉണ്ടാവാനായിട്ട് കാരണമായി. മാത്രമല്ല ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ ആകെ പകർച്ചവ്യാധികളൊക്കെ പിടിപെട്ട സമയമായിരുന്നു. അപ്പോൾ ഏകദേശം 13 മില്യൺസ് ഓഫ് പീപ്പിൾ ഈ ഒരു സമയത്ത് ഈ എപ്പിഡമിക് ഇൻഫ്ലുവൻസ മൂലം മരിച്ചു എന്നാണ് 1920 ഒരു സെൻസസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് കൂടി ഇവർക്ക് നേരിടേണ്ടി വന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒന്നും ഒരു പ്രതിവിധി കാണാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തുനിഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ദേഷ്യം ഉണ്ടാവാനും അവർക്കെതിരെ തിരിയാനും കാരണമായി.
അപ്പോൾ ആദ്യമൊക്കെ ജനങ്ങൾ വിചാരിച്ചത് ഇവിടെ ഈ വേൾഡ് വാർ നടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വേൾഡ് വാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 1919 വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷവും ഈ ഗവൺമെൻറ് ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒന്നും കണ്ടില്ല. അപ്പോൾ ഇത് എന്താണ്, ജനങ്ങൾ കൂടുതലായിട്ട് മുൻപും ഒരു 1914 മുന്നേയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എതിരായിട്ട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 1914 ശേഷം കൂടുതലായിട്ട് ജനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നേരെ തിരിയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്താണ് 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗാന്ധിജി 1914 വരെ, ആ ഒരു സമയം വരെ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അദ്ദേഹം അവിടെ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് ഗാന്ധിജിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെയുള്ള കുറേ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങളെയും ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് ബോധവാന്മാരാക്കുകയും അദ്ദേഹം സത്യാഗ്രഹ എന്നുള്ള ഒരു പ്രിൻസിപ്പിളിലൂടെ അവിടെ ആ ഒരു അദ്ദേഹത്തിന് ഒരു അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൽ വിജയിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം 1915 എത്തുന്നത്. അപ്പോൾ ഗാന്ധിജി പിന്നീട് 1915 ഗാന്ധിജി എത്തിയതിനു ശേഷം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഒരു നേതൃത്വ സ്ഥാനം ഗാന്ധിജി ഏറ്റെടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന 3 പ്രിൻസിപ്പിൾസാണ് സത്യാഗ്രഹ, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇഫ് ദ സ്ട്രഗിൾ വാസ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ദെൻ ദ ബാറ്റിൽ കുഡ് ബി വൺ ത്രൂ നോൺ വയലൻസ്. അപ്പോൾ അദ്ദേഹം സത്യാഗ്രഹ എന്നുള്ള ഒരു ആശയം മുറുകെ പിടിച്ചിട്ടാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇൻജസ്റ്റിസിനെതിരെയാണ് പോരാടുന്നത് എങ്കിൽ നമ്മൾക്ക് നോൺ വയലൻസ്, ഈ അക്രമരാഹിത്യം എന്നുള്ളത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. ആൻഡ് നോൺ വയലൻസ് കുഡ് യുണൈറ്റ് ഓൾ ഇന്ത്യൻസ്. ഈ നോൺ വയലൻസ് എന്നുള്ള മെത്തേഡിലൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഒരുമിപ്പിക്കാൻ സാധിക്കും എന്നും അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം പിന്നീട് 1915 ശേഷം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ട്രയൽസ് ഓഫ് സത്യാഗ്രഹ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരു മാസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 3 സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഗാന്ധിജിക്ക് സാധിച്ചു. അതാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ചമ്പാരൻ. 1916 ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അവിടെ പെസൻറ്റ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഒപ്രസീവ് പ്ലാന്റേഷൻ സിസ്റ്റം, അതായത് ചമ്പാരനിലെ ഇൻഡിഗോ ഫാർമേഴ്സ് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കെതിരെ നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹ. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, ദെൻ അതിനുശേഷം ഗുജറാത്തിലെ ഖേദ കർഷകർക്ക് അവരുടെ ടാക്സ് റിലേറ്റഡ് ഇഷ്യൂസിനെതിരെ 1917 ഒരു സത്യാഗ്രഹ നടത്തി. ദെൻ അഹമ്മദാബാദ് 1918 അതിനുശേഷം അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്ട്രൈക്ക് നടത്തി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പ്ലാഗ് പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കേഴ്സൊക്കെ ജോലിക്ക് വരാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് സാലറി കൂട്ടി കൊടുത്തു. പക്ഷേ പ്ലേഗ് കുറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, സാലറി കുറച്ചു. അപ്പോൾ അതിനെതിരായിട്ട് ഗാന്ധിജി ഒരു ഹങ്കർ സ്ട്രൈക്ക് നടത്തി. അങ്ങനെ 35% ഓഫ് ഇൻക്രിമെൻറ്റ് അവർക്ക് അവരുടെ സാലറിയിൽ കൊടുക്കും, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ ദീസ് ആർ ദ ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെൻറ്റ്സ് ബൈ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ 3 പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു ചമ്പാരൻ, ഖേദ ആൻഡ് അഹമ്മദാബാദ്. അപ്പോൾ ദെൻ ഗാന്ധിജി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ നാഷണൽ വൈഡ് അജിറ്റേഷൻ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരികയാണ് ഉണ്ടായത്. റൗലറ്റ് ആക്ട് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി നാഷണൽ വൈഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിട്ടുള്ള
റൗലറ്റ് ആക്ട്. Rowlatt Act. The Rowlatt Act gives the British government enormous powers to repress political activities and detention of political prisoners without trial for 2 years. അപ്പോൾ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൂടുതൽ പവർ നൽകിക്കൊണ്ട് വന്ന ഒരു ആക്റ്റായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുന്നതിനും അവരെ വിചാരണ കൂടാതെ 2 വർഷം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള ഒരു റൈറ്റ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് ലഭിച്ചു. ദെൻ ഗാന്ധിജി ഡിക്ലെയർഡ് എൻ ഓൾ ഇന്ത്യ ഹർത്താൽ ഇൻ നോൺ വയലൻറ്റ് മാനർ ഇൻ April 6. അപ്പോൾ ഈ റൗലറ്റ് ആക്ടിന് എതിരെ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി ഒരു ഓൾ ഇന്ത്യ ഹർത്താൽ, ഒരു നാഷൻ വൈഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് April 6. As a part, rallies were organized, workers went on strikes, railway workshops and shops were closed down. അപ്പോൾ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളോടും ഈ ഒരു ഹർത്താലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഗാന്ധിജി ആവശ്യപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയും സപ്രസ് ചെയ്യാനാണ് നോക്കിയത്. ദ ബ്രിട്ടീഷ് സപ്രസ് ദ മൂവ്മെൻറ്റ് ബൈ അറസ്റ്റിംഗ് ലോക്കൽ ലീഡേഴ്സിനൊക്കെ അവർ അറസ്റ്റ് ചെയ്തു. ദെൻ ഗാന്ധി വാസ് ബെയർഡ് ഫ്രം എൻറ്ററിങ് ഡൽഹിയിലേക്ക് ഗാന്ധിജി വരുന്നത് തടഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ലോക്കൽ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തതും ജനങ്ങളെ വീണ്ടും പ്രക്ഷോഭകാരികളാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് വീണ്ടും April 10 ഒരു പീസ്ഫുൾ പ്രൊസഷൻ അമൃത്സറിൽ വെച്ച് നടന്നു. ദെൻ ഈ ഒരു പീസ്ഫുൾ പ്രൊസഷനെ പോലീസ് വളരെ ബ്രൂറ്റലായിട്ടാണ് മീറ്റ് ചെയ്തത്. ദ പോലീസ് ഇൻ അമൃത്സർ ഫയേർഡ് അപ്പോൺ എ പീസ്ഫുൾ പ്രൊസഷൻ. So the provoked people attacked banks, post offices and railway station, and martial law was imposed. അപ്പോൾ ജനങ്ങൾ വീണ്ടും പ്രക്ഷോഭകാരികളായതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ ഒരു മാർഷ്യൽ ലോ കൊണ്ടുവന്നു. മാർഷ്യൽ ലോ മീൻസ് പവർ വാസ് ഗിവൻ ടു ആർമി ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഓഫീസുകളും ബാങ്ക്സും ഒക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ജനറൽ ഡയർ took charge to command on the situation. അപ്പോൾ ജനറൽ ഡയർ ഈ ഒരു മാർഷ്യൽ ലോയുടെ കമാൻഡറായിട്ട് വരികയാണ്. ഇതിന് ശേഷമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് April 13 ജാലിയൻവാല ബാഗിൽ നടന്നത്. അപ്പോൾ അമൃത്സറിലെ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് April 13 ഒരു ലാർജ് ക്രൗഡ് ഗ്യാദർ ചെയ്തു. അപ്പോൾ ഈ ഒരു ജാലിയൻവാല ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഗ്രൗണ്ടാണ്, പക്ഷെ അതിനൊരു എൻട്രി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ April 13 എന്ന് പറയുന്നത് അമൃത്സറിൽ അവിടെ ഒരു ബൈസാഖി ഫെയർ, അവരുടെ ഒരു ഫെസ്റ്റിവലാണ്, അത് നടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഈ മാർഷ്യൽ ലോ അവിടെ ഇമ്പോസ് ചെയ്തത് അറിയാതെ അവിടെ വന്നുപെട്ട കുറേ ആളുകൾ, കുറച്ചാളുകൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നു. അതുപോലെ തന്നെ ഈ ബൈസാഖി ഫെയർ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ജാലിയൻവാല ബാഗിൽ ഈ ഗ്രൗണ്ടിൽ എൻ്റർ ചെയ്തു. General Dyer blocked the exit points and opened fire on the crowd, killing hundreds. He wanted to make a feeling of terror in the minds of the സത്യാഗ്രഹീസ്. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഈ ജനറൽ ഡയർ എന്ത് ചെയ്തു, ആ എക്സിറ്റ് പോയിൻറ്റ്സ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾക്ക് നേരെ ഫയർ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഇതിൻ്റെ ഫലമായിട്ട് 300 ഓഫ് പീപ്പിൾ ആ ഒരു വെടിയേറ്റ് മരിക്കുകയുണ്ടായി. മാത്രമല്ല ഈ ഒരു എക്സിറ്റ് പോയിന്റിൽ നിന്നിട്ടാണ് അവർ ഈ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. മാത്രമല്ല അവിടെ അതിൻ്റെ ഉള്ളിലൊരു കിണർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഓടി കിണറ്റിൽ വീണു. അങ്ങനെയും ഒരു 100 ഓഫ് പീപ്പിൾ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇതിലിപ്പോൾ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ജനറൽ ഡയർ ഹി വാണ്ടഡ് ടു മേക്ക് എ ഫീലിംഗ് ഓഫ് ടെറർ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ സത്യാഗ്രഹീസ്. ഇനിയും ഇതുപോലെയുള്ള
ഈ ഹർത്താൽസ് അല്ലെങ്കിൽ സ്ട്രൈക്സ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർ അങ്ങനെ വരരുത് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു മാർഷ്യൽ ലോ അവിടെ ഇമ്പോസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ളൊരു ബ്രൂറ്റലായിട്ടുള്ള ഒരു ശിക്ഷ അവർക്ക് നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, വീണ്ടും ആളുകൾ കൂടുതൽ വയലൻ്റായിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രൈക്സ്, ക്ലാഷസ് വിത്ത് പോലീസ് ആൻഡ് അറ്റാക്സ് ഓൺ ഗവൺമെൻറ് ബിൽഡിങ്സ് ഇതൊക്കെയാണ് സംഭവിച്ചത്. ദ ഗവൺമെൻറ് റെസ്പോണ്ടഡ് വിത്ത് ബ്രൂറ്റൽ റിപ്രഷൻ, ടെററൈസ്ഡ് ദ പീപ്പിൾ. ജനങ്ങളെ, അക്രമകാരികളായിട്ടുള്ള ഇങ്ങനെയുള്ള ജനങ്ങളെ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൂടുതൽ ബ്രൂറ്റൽ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് അവർ റിപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ വീണ്ടും എന്താണ്, ഇങ്ങനെ ഈ ഒരു ജനങ്ങൾ വയലൻസിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി എന്ത് ചെയ്തു, അദ്ദേഹം ഹി കോൾഡ് ഓഫ് ദ സത്യാഗ്രഹ. സിൻസ് ദ വയലൻസ് സ്പ്രെഡ്, ഗാന്ധി കോൾഡ് ഓഫ് സത്യാഗ്രഹ. അങ്ങനെ ഗാന്ധിജി ജനങ്ങളോട് ഈ സത്യാഗ്രഹ സമരം നിർത്തി വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദെൻ വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്? അപ്പോൾ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റിൽ നിന്ന് ഗാന്ധിജിക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാ മേഖലയിലും പെട്ട ആളുകളൊന്നും ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റൂറൽ പീപ്പിൾ, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി വാണ്ടഡ് ടു സ്റ്റാർട്ട് എ വൈഡ് സ്പ്രെഡ് മൂവ്മെൻറ്റ്. അപ്പോൾ വീണ്ടും ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനൊരു വൈഡ് സ്പ്രെഡ് മൂവ്മെൻറ്റ് ഇനി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും യുണൈറ്റഡ് ആയി നിന്നെങ്കിൽ മാത്രമാണ് ഒരു വൈഡ് സ്പ്രെഡ് മൂവ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ എന്ന് ഗാന്ധിജി മനസ്സിലാക്കി. അപ്പോൾ ഇതനുസരിച്ച് ടു മേക്ക് എ വൈഡ് സ്പ്രെഡ് മൂവ്മെൻറ്റ്, ഗാന്ധിജി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിന്ദു ആൻഡ് മുസ്ലിംസ് കം ടുഗെദർ. ദിസ് റിസൾട്ടഡ് ദ ടേക്കിംഗ് ഓഫ് ഖിലാഫത്ത് ഇഷ്യൂ. അപ്പോൾ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒരേപോലെ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഖിലാഫത്ത് ഇഷ്യൂവിൽ ഗാന്ധിജി ഇൻവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഗാന്ധിജി ഖിലാഫത്ത് ഇഷ്യൂവിൽ ഇൻവോൾവ് ചെയ്യുകയും ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒരുമിച്ച് നിർത്തി പുതിയൊരു അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ദെൻ വാട്ട് ഈസ് ഖിലാഫത്ത് ഇഷ്യൂ? The First World War ended with the defeat of Ottoman Empire in Turkey. The Europeans were planning to impose harsh steps upon the Caliphate of Turkey. This humiliated Indian Muslims. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തത് ഒട്ടോമൻ എംപയറിനെ തുർക്കിയിൽ നിന്നും അവരുടെ അധികാരം മാറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ഒരു കൂടുതൽ മുസ്ലിംസ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ അവരുടെ റിലീജിയസ് ഹെഡായിരുന്നു ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഓട്ടോമൻ എംപയറിനെ പരാജയപ്പെടുത്തിയതോട് കൂടിയിട്ട് യൂറോപ്യൻസ് അവരുടെ റിലീജിയസ് ഹെഡായിട്ടുള്ള ഖലീഫയ്ക്കും ഒരു കൂടുതൽ ഹാർഷ് സ്റ്റെപ്സ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ദിസ് ഹ്യൂമിലിയേറ്റഡ് ഇന്ത്യൻ മുസ്ലിംസ്. ഇത് എന്താണ്, ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിംസിനെയും വേദനിപ്പിച്ചു. സോ എ ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ ബോംബെ ഇൻ മാർച്ച് 1919 to discuss the matter with British government to give better treatment to the Khalifa. അപ്പോൾ ഈ ഒരു സമയത്ത് ബോംബെയിൽ ഒരു ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തു. മുസ്ലിം ബ്രദേഴ്സായിട്ടുള്ള ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി എന്നീ രണ്ട് പേരായിരുന്നു ഇതിൻ്റെ ലീഡേഴ്സ്. അപ്പോൾ അവർ ഇങ്ങനൊരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനായിരുന്നു? ഈ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നല്ലോ ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. എന്തിനു വേണ്ടി? ഈ ഒരു ഖലീഫയുടെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുക എന്നായിരുന്നു ഈ ഒരു ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഉദ്ദേശം. അങ്ങനെ ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ ഗാന്ധിജി ഈ ഈ ഷൗക്കത്ത് അലിയുടെയും അതുപോലെ മുഹമ്മദ് അലിയുടെയും സഹായത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്
സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗാന്ധിജി ആൻഡ് ദ മുസ്ലിം ബ്രദേഴ്സ് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി കൺവിൻസ്ഡ് ദ അതർ ലീഡേഴ്സ് ടു സ്റ്റാർട്ട് എ യുണൈറ്റഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് ഖലീഫത്ത് ആൻഡ് ഫോർ സ്വരാജ്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്വരാജ് നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, അതുപോലെ തന്നെ ഖലീഫയ്ക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടും കൂടി ഒരു വൈഡ് സ്പ്രെഡ് മൂവ്മെൻറ്റ് ഗാന്ധിജി ഓർഗനൈസ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് നോൺ ആസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ദെൻ എന്താണ് സ്വരാജ് എന്ന് പറയുന്നത്? 1909 ഗാന്ധിജി എഴുതിയൊരു ബുക്കാണ് ഹിന്ദ് സ്വരാജ്. അതിൽ അദ്ദേഹം ഈ ഒരു ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, ബ്രിട്ടീഷ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വിത്ത് ദ കോപ്പറേഷൻ ഓഫ് ഇന്ത്യൻസ്. ഇഫ് ഇന്ത്യൻസ് റെഫ്യൂസ്ഡ് ടു കോപ്പറേറ്റ്, ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വുഡ് എൻഡ് ആൻഡ് സ്വരാജ് വുഡ് കം. അപ്പോൾ സ്വരാജ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ സ്വന്തം രാജ്യം ഭരിക്കുക എന്നുള്ള ഒരു റൈറ്റ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മളെ ബ്രിട്ടീഷുകാർ റൂൾ ചെയ്യാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ബ്രിട്ടീഷ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വിത്ത് ദ കോപ്പറേഷൻ ഓഫ് ഇന്ത്യൻസ്. അപ്പോൾ ഇന്ത്യക്കാരുടെ കോപ്പറേഷൻ ഉള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻസിനെ ഭരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇഫ് ഇന്ത്യൻസ് റെഫ്യൂസ്ഡ് ടു കോപ്പറേറ്റ്, ഇന്ത്യൻസ് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇൻ ഇന്ത്യ ഇറ്റ് വുഡ് എൻഡ്, അല്ലേ? ബ്രിട്ടീഷുകാരുടെ റൂള് ഇന്ത്യയിൽ നിന്ന് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ആൻഡ് സ്വരാജ് വുഡ് കം. അങ്ങനെ നമുക്ക് സ്വരാജ് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ദെൻ എ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. But the many within the Congress were doubtful about this non-cooperation movement. They were reluctant to boycott council election in 1920 and feared about a chance of violence will occur. അപ്പോൾ ഈ സമയത്ത് കോൺഗ്രസ്സിൽ തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ടായി. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ആളുകളും മോഡറേറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിരുന്ന ആളുകളും. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത് തീവ്രവാദികളായിരുന്നു. അവർ വയലൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ആളുകളായിരുന്നു. ബട്ട് മോഡറേറ്റ്സ് എന്ന് പറയുന്നത് വളരെ മിതവാദികൾ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ ഒരു നോൺ വയലൻറ്റ് മാനറിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും എങ്ങനെയും ഇൻഡിപെൻഡൻസ് നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു പിന്തുടർന്ന് പോന്നിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് ഉള്ള ആളുകൾക്ക് തന്നെ അവർ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇനിയും ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വയലൻസ് മെത്തേഡിലേക്ക് വീണ്ടും പോകുമോ എന്നുള്ളൊരു ഭയം ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായി. ദെൻ ദ കോൺഗ്രസ് സെഷൻ അറ്റ് നാഗ്പൂർ ഗേവ് പെർമിഷൻ ടു സ്റ്റാർട്ട് ദ മൂവ്മെൻറ്റ് and the movement began in 1921 January. സോ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പല ഡിസ്കഷൻസ് നടന്നു. ദെൻ 1921 ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ലഭിച്ചു. ദെൻ ഇനി എന്തായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു കാര്യത്തിലും കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ ഇന്ത്യൻസിന് സ്വരാജ് അറ്റൈൻ ചെയ്യുക. ഇതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ മെയിൻ എയിം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻസ് അവർക്ക് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിരുന്ന ടൈറ്റിൽസൊക്കെ സറണ്ടർ ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ദേ ബോയ്ക്കോട്ടഡ് ദ സിവിൽ സർവീസ്, ആർമി, പോലീസ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, കോർട്സ്, സ്കൂൾസ് എക്സെട്ര ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലൂടെ ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ഉള്ള ബന്ധം എല്ലാം ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അവർക്ക് ലഭിച്ചിരുന്ന ടൈറ്റിൽസ് ഒക്കെ തിരിച്ചു കൊടുത്തു. അതുപോലെ പോലീസ്, ആർമി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, കോർട്സ്, സ്കൂൾസ് ഇതുമായിട്ട് ഒന്നും അവർ കോപ്പറേറ്റ് ചെയ്യാതെയായി. കൂടുതൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റഡ്, ബട്ട് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻ ടു ദ കോൺസെപ്റ്റ് വർ ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ
പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ട്രൈബൽസ് ഉണ്ടായിരുന്നു, മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു, ലോ ക്ലാസ് പീപ്പിൾ ഉണ്ടായിരുന്നു, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉണ്ടായിരുന്നു, അർബൻ ഏരിയാസിൽ താമസിക്കുന്നവർ, റൂറൽ ഏരിയാസിൽ താമസിക്കുന്നവർ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിരുന്നു ഇന്ത്യൻസ്. അപ്പോൾ അവരുടെ ഓരോ വിഭാഗം ആളുകളും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ നോക്കി. ദെൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് ഡിഫറിങ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെൻ്റാണ്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ തന്നെ പല വിഭാഗം ആളുകളും പല രീതിയിലാണ് അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ടൗൺസിൽ ഉള്ള ആളുകൾ, അതുപോലെ വില്ലേജിലുള്ള ആളുകൾ, ദെൻ കൺട്രി സൈഡിലുള്ള ആളുകൾ, ഇവരൊക്കെ പല രീതിയിലാണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അതിനെ നോക്കിക്കണ്ടതും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.